ഇപ്പുറത്തേക്ക് വയാ അഹ്ലന്നാർ ഖുലൂദുൻ വലാ മൗത്ത്, നരകക്കാരെ നിങ്ങൾ ഇനി ശാശ്വതരാണ്, ഇനി മരണമില്ല. സുബ്ഹാനല്ലാഹ്, ആ പറയുന്ന കാര്യം ചിന്തിച്ചു നോക്കൂ. നരകത്തിലുള്ള ഒരു പ്രതീക്ഷയില്ല. സഹോദരങ്ങളെ, അങ്ങനെ കാലാകാലം നരകത്തിൽ കിടക്കുന്ന ആളുകൾ ആരാണ്? ഷിർക്കിൽ മരണപ്പെട്ടു പോയ ആളാണ്. ഷിർക്കിൽ മരണപ്പെട്ടു പോയ ആളാണ് കാലാകാലം നരകത്തിൽ കിടക്കുക. ഷിർക്കിന്റെ കാര്യം, അപകടം എത്രയാണ്! ആളുകൾക്ക് പറഞ്ഞാലും മനസ്സിലാകാത്ത ആളുകളോട് വളരെ ആത്മാർത്ഥതയോട് പറയുമ്പോഴും തിരിച്ച് പരിഹസിക്കുകയും അതിന് ദുർന്യായങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എത്ര ഖേദകരമാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കൂ സഹോദര, അള്ളാഹിനോട് മാത്രം തേടൂ എന്ന് പറയുന്ന വളരെ കൃത്യമായ ആശയം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇല്ല, നമ്മളെല്ലാത്തോട് പ്രാർത്ഥിക്കണം, സഹായം തേടണം, ഇലാഹ എന്ന് കരുതാതിരുന്നാൽ മതി എന്ന് ദുർന്യായമാണ് പറയുന്നത്. സഹോദരങ്ങൾ, എത്ര വലിയ വിഡ്ഢിത്തരമാണ് പറയുന്നത്. മദ്യം കഴിച്ചിട്ട് അത് മദ്യമല്ല എന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നത് പോലെയാണ്. അതല്ലെങ്കിൽ അതിനേക്കാളും അപകടമാണിത്. മദ്യം കഴിച്ചിട്ട് ഒരാൾ പറയുന്നത് ലഹരി അല്ല എന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ്. നീ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഇബാദത്ത് നൽകിയാൽ നീ അവൻ ഇലാഹാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇലാഹാണെന്ന് വിശ്വസിക്കുകയോ ഇലാഹാണെന്ന് നാവ് കൊണ്ട് പറയുകയോ ചെയ്യേണ്ടതില്ല. കാരണം ഒന്നിനെ ഇലാഹാക്കുന്നത് ആരാധിക്കപ്പെടുമ്പോഴാണ്. അത് തന്നെയാണ് ആരാധന. അള്ളാഹിനോട് നീ ദുആ ചെയ്യുന്നു, അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. മുഹീദ്ദീൻ ഷെയ്ഖിനോട് നീ ദുആ ചെയ്യുന്നു, അത് മുഹീദ്ദീൻ ഷെയ്ഖിനുള്ള ആരാധനയാണ്. ബദരീങ്ങളോട് നീ ദുആ ചെയ്യുന്നു, അത് ബദരീങ്ങളോടുള്ള ആരാധനയാണ്. സഹോദരങ്ങൾ, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നത് സഹോദരങ്ങൾ ഇസ്ലാമിന്റെ വേഷവും തലപ്പാവും തലക്കെട്ടും ഒക്കെയുള്ള ആളുകളാകുമ്പോൾ സാധാരണക്കാരൊക്കെ വഞ്ചിതരാവുകയാണ്. ഇങ്ങനെ ഇവര് ശിർക്ക് ചെയ്യുകയോ ഈ ആളുകൾക്ക് ശിർക്ക് സംഭവിക്കുകയോ ഇവർ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. ഇവര് വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു മനസ്സിലാക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതായിരിക്കും, ഇവരാണ് ശരിക്കും പഠിക്കേണ്ടത് എന്ന രൂപത്തിൽ ആളുകൾ പറയുകയാണ്. സഹോദരങ്ങളെ, വളരെ കൃത്യമായി ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിനാണ്. ഇസ്തിഗാസ ഇബാദത്താണ്, തൗഹീദ് സഹോദരങ്ങളെ ദുആ ഇബാദത്താണ്, നേർച്ച ഇബാദത്താണ്. ഇതെല്ലാം അള്ളാഹുവിന് നൽകിയാൽ ഇബാദത്താകുന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നൽകിയാൽ അത് അവർക്കുള്ള ഇബാദത്താണ്. അള്ളാഹു നൽകിയാൽ ഒരു കാര്യം ഇബാദത്തല്ലെങ്കിൽ അത് നിനക്ക് മറ്റൊരാൾക്ക് നൽകാവുന്നതാണ്. എന്തുകൊണ്ടാണ് നീ ഉമ്മയോട് അടുക്കളയിലുള്ള വെള്ളം ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് ഡോക്ടറോട് പോയി എനിക്കൊരു പനിയുണ്ട് ടാബ്ലറ്റ് വേണമെന്ന് പറയുന്നത്? അത് ഇബാദത്തല്ല. അതിനാരാണ് ഇബാദത്താണെന്ന് പറയുന്നത്? ആരെങ്കിലും പറയുമോ അത് ഇബാദത്താണെന്നുള്ളത്? അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയും താഴ്മയോടുകൂടിയും ചെയ്യുന്ന ഒരു ആരാധനയാണെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയും? ഡോക്ടറോട് പോയി, ഡോക്ടർ എനിക്ക് പനിയുണ്ട്, 2 ദിവസമായിട്ട് തലവേദന ഉണ്ട്, എന്തേലും മരുന്ന്. അവിടെ ഡോക്ടറോട് ആരെങ്കിലും വണങ്ങിക്കൊണ്ട് ഡോക്ടറെ നീ രക്ഷിക്കണം, ശിഫാ നൽകണം എന്നാണോ പറയുന്നത്? അല്ല. ഡോക്ടറോട് ഒരു വണക്കവുമില്ല, ഒരു വിനയവുമില്ല. ഡോക്ടറോട് നേരെ സാധാരണ രീതിയിലുള്ള മനുഷ്യർ പരസ്പരം ചെയ്യുന്ന ഒരു സഹായം മാത്രമാണ് ചെയ്യുന്നത്. അത് ചോദിക്കുന്ന വേളയിൽ ആർക്കാണ് സംശയം? ഉമ്മയുടെ ഉമ്മ അടുക്കളയിൽ നിന്ന് വെള്ളം ഒന്ന് വേണം, ഭക്ഷണം ഒന്ന് വേണം എന്ന് പറയുന്നത് പോലെയാണോ ഇവർ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വിളിച്ചുകൊണ്ട് പറയുന്നത്? ഇവർ മമ്പുറം തങ്ങളേക്കും ഉള്ളാളം തങ്ങളുടെ ഖബറിന്റെ അടുക്കിലേക്കും പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേടുന്നത് ഈ ഡോക്ടറോട് മരുന്ന് വേണമെന്ന് പറയുന്ന രൂപത്തിലാണോ, ഭാവത്തിലാണോ? എത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ സമ്പത്തും അവരുടെ ജീവിതവും അവരുടെ പരലോകവുമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആളുകൾ സഹോദരങ്ങളെ അവർ ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ ആയത്തുകൾക്ക് നമ്മൾ പാരായണം ചെയ്യുന്ന നരകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെറുതെ ആർക്കോ ഉള്ള നരകം എന്നല്ല, തൗഹീദില്ലാത്ത ആളുകൾക്കുള്ള നരകം. നരകത്തിൽ ശാശ്വതരാകുമെന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവരാണ് നമുക്ക് മുന്നിൽ ഉണ്ടാകേണ്ടത്. ആ നിലക്കാണ് സഹോദരങ്ങൾ അവരോട് നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പരിഹാസവും അതിനുള്ള ദുർന്യായവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിക്കുക, അള്ളാഹുവിലേക്ക് നമ്മുടെ അഭയം പറയുക, അല്ലാഹുൽ മുസ്തആൻ എന്നല്ലാതെ നമുക്ക് അവരോട് മറ്റൊന്നും പറയാനില്ല.